അപ്പൊ എന്താണ് തലൈക്കൂത്തൽ? തലൈക്കൂത്തൽ എന്ന് പറഞ്ഞത് ഒരു സംഭവം തന്നെ. അതായത് അധികം ആൾക്കാരൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഈ തലൈക്കൂത്തൽ. മലയാളികൾ പ്രത്യേകിച്ചും അങ്ങനെ വലിയ അറിവുണ്ടാവില്ല. ഞാൻ ചോദിച്ച ആൾക്കാർക്കൊന്നും തലൈക്കൂത്തൽ എന്താണെന്ന് അറിയില്ല. അതൊരു റിച്വൽ ആണോ? റിച്വലാ. അങ്ങനെ ഈ തലൈക്കൂത്തൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു ചടങ്ങാണ്. ഏകദേശം അതായത് തമിഴ്നാട്ടിലെ ഉൾഗ്രാമം, എസ്പെഷ്യലി വിരുദുനഗർ, പിന്നെ ഉസ്ലാംപട്ടി, ഈ ഒരു തേനി, ആ ഭാഗത്തൊക്കെയുള്ള ഗ്രാമങ്ങളിൽ പ്രായം ചെന്ന മനുഷ്യന്മാരുണ്ടാവില്ല. വീട്ടിൽ അച്ഛന്, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഇവരെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബെഡ് റിഡൺ ആവും. ആ സമയത്ത് അവരെ കൊല്ലുന്ന ചടങ്ങാണ് തലൈക്കൂത്തൽ എന്ന് പറഞ്ഞാല്. അതായത് ലീഗലായിട്ട്. അതായത് നമ്മളിപ്പോ വീട്ടിലൊരു പ്രായം ചെന്ന ആൾ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്നറിയുന്ന സമയത്ത് ഇവർ ഗ്രാമമുഖ്യനെ കണ്ടിട്ട് പറയും, നമുക്ക് തലൈക്കൂത്തൽ ചടങ്ങിന് സമയം കുറിക്കണം എന്ന് പറയും. അപ്പോൾ ഇവർ ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഡേറ്റ്, കല്യാണത്തിനൊക്കെ നിശ്ചയിക്കുമ്പോൾ ഒരു ഡേറ്റ് നിശ്ചയിക്കും. ആ ഡേറ്റ് അവരെ എല്ലാവരും വന്നിട്ട് ഇയാളെ കാണുകയും അനുഗ്രഹം പൊറുക്കാനും ഇതൊക്കെ ചെയ്തിട്ട് എല്ലാവരും പോകും. അപ്പോൾ ഈ ദിവസം പെർട്ടിക്കുലർ ഡേ ആവുന്ന സമയത്ത് തലൈക്കൂത്തൽ എടുക്കുന്ന ആൾ വരും. അയാള് പുലർച്ചെ ഒരു 4 മണിക്കാണ് ഈ ചടങ്ങ് തുടങ്ങുക. അപ്പോൾ ഈ ബെഡ് റിഡൻ ആയിട്ടുള്ള ആളെ എടുത്തിട്ട് പുറത്തൊരു കസേരയിൽ ഇങ്ങനെ ഇരുത്തും. എന്നിട്ട് അയാളുടെ തലയിൽ നന്നായിട്ട് എണ്ണ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും, നന്നായിട്ട് ഫുള്ള് എണ്ണയിൽ കുളിപ്പിക്കും. അതിനുശേഷം ഈ കിണറ്റിൽ നിന്ന് തണുത്ത വെള്ളം കോരിയിട്ട് ഇയാളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ധാര ഒഴിക്കും. കുറേ കുടങ്ങളിൽ എടുത്തിട്ട് ഇങ്ങനെ ധാര ഒഴിച്ചുകൊണ്ടേയിരിക്കും. അതെന്ന് വെച്ചാല് ആ സമയം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ തണുത്ത് വിറയ്ക്കുന്നുണ്ടാവും. അങ്ങനെ തണുത്ത് വിറച്ച് കിടക്കുന്ന ആ മനുഷ്യന് അതിനുശേഷം കരിക്ക് വെട്ടിയിട്ട് കുടിപ്പിക്കുക ആളെ. ഇങ്ങനെ ഫണൽ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എത്ര കരിക്ക് കയറ്റാൻ പറ്റും അത്രയും കരിക്ക് കയറ്റിക്കും വയറിലേക്ക്. വെച്ചാൽ അതിൽ പൊട്ടാസ്യം ഉണ്ടാവും കരിക്ക് വെള്ളത്തിൽ. അപ്പോൾ ഈ ഓൾറെഡി വീക്കായിട്ടുള്ള മനുഷ്യന് ഓവർ പൊട്ടാസ്യം ചെല്ലുമ്പോഴേക്കും അയാളുടെ കിഡ്നി ഫെയിലിയർ ആവും. ഓക്കെ, അങ്ങനെ ഇഞ്ചിഞ്ച് അങ്ങനെ അത്രയും ഇതാക്കിയതിന് ശേഷം ഇയാൾ ആ തല തോർത്താതെ അതേപോലെ കിടക്കയിൽ കൊണ്ട് കിടത്തും. ഒരു 2 ദിവസത്തിനുള്ളിൽ അയാൾക്ക് ന്യൂമോണിയ വന്നിട്ട് മരിക്കും. അതാണ് തലൈക്കൂത്തൽ. അതിന് പല വേർഷൻസ് ഉണ്ട്. ഇത് ചെളിവെള്ളം കലക്കി കുടിപ്പിക്കുന്ന പ്രോസസ്സ് ഉണ്ട്, മൂക്കിലേക്ക് എണ്ണ ഒഴിച്ച് കൊല്ലുന്നതുണ്ട്, മൂക്ക് പൊത്തി വെച്ചിട്ട് പാലൊഴിച്ച് കൊല്ലുന്ന ചടങ്ങുണ്ട്. അങ്ങനെ 26 തരത്തിൽ ഈ തലൈക്കൂത്തൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യേണ്ടി വന്നാൽ അതിലുണ്ടാവുക ന്യൂമോണിയ കാരണമാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരിക. അപ്പോൾ ഈ ഒരു ചടങ്ങ് അധികം ആൾക്കാരൊന്നും കേട്ടിട്ടുമില്ല. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കി, ഓക്കെ, ഇത് ആൾക്കാർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഇത് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഇത് ഭയങ്കര ഒരു പുതുമയുള്ള സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കൈൻഡ് ഓഫ് ദയാവധം അങ്ങനെയൊക്കെ എന്റെ. ദയാവധം തന്നെ. പക്ഷെ ഇത് എന്ത് ദയ ഇല്ലാത്ത പദോ?